ഇന്ന് എന്റെ കൂടെ സ്റ്റാർ ജാമില് ഷാറുഖ് ഖാൻ അല്ല, സൽമാൻ ഖാൻ അല്ല, ആമിർ ഖാൻ അല്ല, ഒരു ഖാനാണ്, മലയാളിയായ ഒരു ഖാനാണ്. ആൻഡ് ഷീ ഈസ് തസ്നി ഖാൻ. വെൽക്കം ടു ദി ഷോ. താങ്ക് യു. പേര് തസ്നി ഖാൻ എന്നല്ലേ? അതെ. ഈ തസ്നി എന്ന് പറഞ്ഞാൽ എന്താ? തസ്നി എന്ന് പറഞ്ഞാൽ തസ്നീം എന്നാണ് പറയാ. ഖുറാനില് കിതാബില് പറയുന്നുണ്ട് സ്വർഗത്തിൽ ഒഴുകുന്ന നദി. ആണോ? അതെ. ഇത് ഒഴുകി ഒഴുകി എവിടെ ചെന്നെത്തി? കമ്മനം വരെ എത്തിയിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ എന്നുള്ള മൂവിക്ക് മുൻപുള്ള തെസ്നി, ബ്യൂട്ടിഫുളിന് ശേഷമുള്ള തെസ്നി തമ്മിലുള്ള വ്യത്യാസം എന്താ? ഒരു വ്യത്യാസം ഇല്ല. ഭയങ്കരമായിട്ട് ഓഫേഴ്സ് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടോ? ഓഫേഴ്സോ എല്ലാരും വിളിച്ച് നന്നായിട്ട് അഭിനന്ദിക്കാറുണ്ട്. നന്നായിട്ടുണ്ട് അഭിനയം, വളരെ നാച്ചുറൽ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് എന്നെ ഇങ്ങനെ പൊക്കുന്നുണ്ട്. പക്ഷെ ആരും എനിക്ക് ചാൻസ് ഓഫർ ചെയ്തിട്ടില്ല. താങ്ക് യു സോ മച്ച് മലയാളത്തിന് ഒരു പുതിയ സ്റ്റൈൽ ആക്ട്രസിന് തന്നതിന്. അയ്യോ താങ്ക് യു. ഈ ഇൻഡസ്ട്രിയിൽ പിടിച്ചു നിൽക്കുന്ന സമയത്ത്, ഇൻഡസ്ട്രിയിൽ സർവൈവ് ചെയ്യുമ്പോൾ തസ്നി ഖാൻ ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്യുന്നുണ്ടോ? പിന്നെ തീർച്ചയായിട്ടും. എന്താ അത് ഞാൻ പറയില്ല. എന്നിട്ട് ഇങ്ങനെ ചിരിക്കുന്നു. തമാശയും തസ്നി ഖാനും തമ്മിലുള്ള ബന്ധം എന്താ? തസ്നിയും തമാശയ്ക്കും ഒരു ബന്ധമില്ല. തസ്നി തമാശ. നിങ്ങൾ തമ്മിൽ പക്ഷെ ഭയങ്കര ഫ്രണ്ട്സ് ആണല്ലോ. എന്താ? സ്കൂളിൽ പഠിക്കുന്ന കാലത്തെ ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് തമാശയൊക്കെ പറയുന്ന ഒരാൾ തന്നെയാ. ഞാൻ പറയുമ്പോൾ മറ്റുള്ളവർ ചിരിക്കാറുണ്ട്. അപ്പഴാ പറഞ്ഞത് ഞാൻ പറഞ്ഞത് ഇത്ര കോമഡിയാണ്. തസ്നി ഖാൻ ഇന്ന് ഇന്റർവ്യൂല് ഈ സ്റ്റുഡിയോയിലേക്ക് വരാൻ ഒരു കാരണമുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇന്ന് ലോകം മുഴുവനും ബക്രീദ് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ആഘോഷവേളയിലാണ് ഞാനിപ്പം നിങ്ങളുടെ എല്ലാവരുടെയും ശ്രോതാക്കളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഭയങ്കര സന്തോഷം. എല്ലാവർക്കും എന്റെ ബക്രീദ് ആശംസ നൽകുകയാണ്. മാപ്പിള പാട്ട് പാടും കേക്കട്ടെ. മക്കത്തെ രാജാത്തിയായി വാണിടും ഖദീജാബി, മുന്തി മുഹമ്മദിനെ വേൽക്കാനായി രജബല്ല, മാലിനി നദിയായ ഖദീജാബി ചുളുവിനായി സമ്മതം തേടുന്നേ, സന്തോഷം പേറുന്നേ. That's Tasni Khan with us on Club FM. Star Jam. Done. Ganagana. Fun. Star Jam with RJ Sean. Well, ഈ ആഴ്ച മറഡോണയെ കുറിച്ചാണ് മലയാളികൾ ഏറ്റവും കൂടുതൽ സംസാരിച്ചത്. എന്നാൽ എന്റെ കൂടെ സംസാരിക്കാൻ ഇപ്പോൾ ഉള്ളത് തസ്നി ഖാൻ. വെൽക്കം ബാക്ക് ടു ദി ഷോ മാം. താങ്ക് യു. ആൻഡ് മറഡോണ എന്ന് കേൾക്കുമ്പോൾ ഇപ്പൊ എന്താ തോന്നുന്നത്? എന്താ തോന്നാ, ഞാൻ സത്യം പറഞ്ഞ എന്റെ മമ്മി ഭയങ്കര തമാശക്കാരിയാണ്. അപ്പൊ ഇങ്ങനെ ടിവിയിൽ മറഡോണനെ കണ്ടപ്പോ, മറഡോണ ഒരു സാധാരണ ഒരു ഷർട്ടും ഒരു പാന്റും ഇട്ടല്ലേ വന്നത് അവിടെ. അപ്പൊ മമ്മിക്ക് ഇത് കറക്റ്റ് അറിഞ്ഞൂടാ. മറഡോണ വരുന്നു മമ്മി, ഞാൻ മറഡോണ വരുന്നുണ്ട് മമ്മി, ആരാണ് ഈ മറഡോണ എന്ന് ചോദിച്ചെന്റെ അടുത്ത്. മറഡോണ എന്ന് പറഞ്ഞേ. അപ്പൊ മമ്മി അങ്ങനെ പുള്ളി വന്ന് ഡാൻസ് ഒക്കെ ചെയ്യപ്പോ എടി ഇത് മലപ്പുറത്തുകാരനാണോ ചോദിച്ചു. എന്റെ പൊന്നു ഷാനേ, ഞാൻ ഓടിയില്ലേ അവിടെ നിന്ന്. ഒന്നും പറയണ്ട. ഞാൻ പറഞ്ഞ മലപ്പുറത്ത് കൊണ്ടോട്ടിയില്ല. മറഡോണയുടെ കൂടെ സ്റ്റേജിൽ നിൽക്കണം, മറഡോണയെ കെട്ടിപ്പിടിക്കണം, ചുംബിക്കണം എന്നൊക്കെ തോന്നുന്നുണ്ടോ തസ്നി ഖാന്? ഒരിക്കലും ഇല്ല. എന്താ? ഇല്ല. അഥവാ മറഡോണയുടെ കൂടെ അങ്ങനെ ഒരു അവസരം വന്നാൽ ഞാൻ കെട്ടിപ്പിടിക്കൂല്ല, ചുംബിക്കൂല്ല. നമ്മുടെ മമ്മൂക്കയാണെങ്കിൽ ചിലപ്പോ ചെയ്തെന്ന് വരും. ക്ലബ് എഫ്എമ്മിൽ എന്റെ കൂടെ ഉണ്ട് തസ്നി ഖാൻ. ആൻഡ് ഇത് സ്റ്റാർ ജാം. ടൺ കണക്കിന് ഫൺ. Star Jam with RJ Sean. Well, I'm Sean with you and Tasni Khan is here with me on Club FM Star Jam. ഇനി ട്രിവാൻഡ്രം ലോഡ്ജില് തസ്നി ഖാന്റെ മൂവിയിലെ ഒരു സോങ് ഞാൻ പ്ലേ ചെയ്യാം, എന്നിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം. റെഡി? Here we go. കണ്ണിനുള്ളിൽ നീ കൺമണി, കാതിനുള്ളിൽ നീ തേൻമൊഴി. ഇതുപോലെ കുട്ടികളെ പോലെ കുട്ടികളുടെ റൊമാൻസ് ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് ഇല്ല. ഒക്കെ കോൺവെന്റിലല്ലേ പഠിച്ചത്. ഗേൾസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബോയ്സ് സ്കൂളിൽ പഠിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ ഞാൻ ഒക്കെ ഗേൾസാ പഠിച്ചത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കൊച്ചിൻ കലാഭവനിലേക്ക് വന്നപ്പോ മ്യൂസിക് എടുത്തിരുന്നു, ഡാൻസും മെയിൻ ആയിട്ട് എടുത്തിരുന്നു. പക്ഷെ രണ്ടും കൂടി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും അവിടെയും ഗേൾസ് ആണ്. പിന്നെ അവിടെ അടുത്ത് ഡ്രോയിങ് ക്ലാസ് ഉണ്ട്, അവിടെ കുറച്ച് നല്ല ആൺകുട്ടികൾ ഉണ്ടായിരുന്നു. പിന്നെ അവരെ കാണാൻ വേണ്ടി ഞാൻ നിൽക്കും. പക്ഷെ അച്ഛൻ പിടിച്ചു. അച്ഛന് ഇങ്ങനെ ആ വരാൻ ആബാലച്ചൻ കലാഭവൻ അച്ഛൻ ഭയങ്കര സ്ട്രിക്റ്റ്. ആൺകുട്ടികളോടൊന്നും മിണ്ടാൻ പാടില്ല. അപ്പൊ ഞാൻ വിചാരിക്കും പണ്ടാരം 10ാം ക്ലാസ് വരെ പെൺകുട്ടികളെ കൂടെ പഠിച്ച് അത് കഴിഞ്ഞ് കുറച്ച് കലാഭവനിലേക്ക് വന്നപ്പോ ഇവിടെ ആൺകുട്ടികളോട് മിണ്ടാൻ പാടില്ല. ഇത് എന്താ ഇത് ഇങ്ങനെ ഒരു ജന്മം എന്ന് വിചാരിക്കും ഞാൻ. ഇന്റർവെൽ സമയത്തൊക്കെ ഡ്രോയിങ് ക്ലാസ്സിലെ ആൺകുട്ടികളോട് മിണ്ടുന്ന കണ്ടിട്ട് കംപ്ലൈന്റ് ആയി. ലാസ്റ്റ് മീറ്റിംഗ് കൂടി ഞങ്ങളൊക്കെ വിളിച്ചിട്ട് അച്ഛൻ പറഞ്ഞു ആർക്കൊക്കെ ആൺകുട്ടികളോട് മിണ്ടണം എന്നുള്ളവർ കൈവെക്കൂ എന്ന് പറഞ്ഞു. ഞാൻ കൈവെക്കാൻ നേരത്ത് എന്റെ അടുത്തിരുന്ന നീന, അതായത് ഇപ്പൊ സിദ്ദിഖ്ലാലിന്റെ ലാലിന്റെ സിസ്റ്റർ എന്റെ കൂടെ പഠിച്ച്, പൊക്കല്ലേ തസ്നി, പൊക്കിയ നമ്മൾ ഔട്ടാണ് കലാഭവൻ എന്ന് പറഞ്ഞു. ഞാൻ പൊക്കിയില്ല കൈ. ഞാൻ വിചാരിച്ചു
കുറച്ച് നല്ല കാര്യമായിരിക്കും, ആൺകുട്ടികളോട് സംസാരിക്കാനുള്ള കൈവയ്ക്കാൻ നമുക്ക് ചിലപ്പോൾ ചാൻസ് കിട്ടായിരിക്കും സംസാരിക്കാന്ന്. പക്ഷെ അതല്ല, പുറത്താക്കാനായിരുന്നു, മിണ്ടിയില്ല. അതുകൊണ്ട് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. പിന്നെ സിനിമയിൽ വന്നപ്പോഴാണ് ശരിക്കും ആണുങ്ങളോടൊക്കെ ഒന്ന് സംസാരിക്കാൻ സിനിമയിൽ വന്നിട്ടാണ് ലൈനടിയല്ല, അപ്പോഴും കുറച്ച് ബലം പിടുത്തുണ്ടായിരുന്നു. അപ്പൊ എല്ലാരും വിചാരം ഭയങ്കര പോസാന്നായിരുന്നു ഞാൻ. പക്ഷെ അതല്ല, നമ്മൾ പഠിച്ചു വന്നത് അങ്ങനെ ആയതുകൊണ്ട് കുറച്ച് മിണ്ടാൻ പ്രയാസമായിരുന്നു ആദ്യം എല്ലാരോടും. ഏതെങ്കിലും ഒരു പയ്യനോ കുട്ടിയോ പിന്നെ സൈക്കിളിൽ പോകുമ്പോൾ പുറകെ 8ാം ക്ലാസ്സിൽ വെച്ചിട്ട് ഒരു ചെറുക്കനെ പുറകെ നടന്ന് ലെറ്റർ തന്നു ഫസ്റ്റ് ദിവസം. ആ ലെറ്റർ തന്നു കഴിഞ്ഞ് അന്ന് രാത്രി തന്നെ ഞാനത് വീട്ടിലിരുന്ന് വായിച്ചു. മര്യാദയ്ക്ക് ബുക്കിന്റെ ഇടയിൽ വെച്ച് വായിച്ച് കീറിക്കളയാനുള്ളൂ. ഞാൻ വായിച്ചു, മമ്മി അത് കണ്ടുപിടിച്ചു. അപ്പൊ തന്നെ പ്രശ്നമായി. എന്നിട്ട് ഞാനത് ചുരുട്ടി കളഞ്ഞിട്ട് പിന്നെ മമ്മി പോയതിന്റെ ശേഷം അത് വീണ്ടും എടുത്ത് മടക്കി സ്കൂളിൽ വന്ന് ഫ്രണ്ട്സിനൊക്കെ വിളിച്ച് ബാത്റൂമിലേക്ക് ഓടിപ്പോയിട്ട് അവിടെ ഇരുന്നൊന്ന് വായിച്ചു. ഭയങ്കര വരുന്നത്. എന്താണ് സ്വന്തം ലൈഫിൽ പ്രശ്നം ഉണ്ടായ കത്തിന്റെ കഥ കേൾക്കട്ടെ. ഇല്ല, തസ്നീൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കല്യാണം കഴിക്കുന്ന 8ാം ക്ലാസ്സിലേ. ഒരു കത്തേ കിട്ടിയിട്ടുള്ള ലൈഫിൽ? ഒറ്റ കത്തേ കിട്ടിയിട്ടുള്ളൂ. ഒരു പയ്യനെ പുറകെ നടന്നിട്ടുള്ളൂ? ഒറ്റ പയ്യനെ പുറകെ നടന്നിട്ടുള്ളൂ. ആണോ? പിന്നെ ബാക്കിയുള്ളവരെ പറയാൻ ഞാനാ നടന്നത്. Club FM Star Jam with Shan and Tasni Khan. Ton Kanagina Fun. Star Jam with RJ Shan. Welcome back to the show. Club FM in the Star Jam ൽ Tasni Khan ആണ് ഇന്ന് സ്റ്റാർ. ആൻഡ് പഴയ 8ാം ക്ലാസ്സിലെ പ്രണയകഥയും ലവ് ലെറ്ററിന്റെ കഥയും പറഞ്ഞു. എന്നിട്ട് ആ പയ്യനെ പിന്നീട് കണ്ടോ? ആ പയ്യൻ മാത്രമേ നടന്നിട്ടുള്ളൂ പുറകെ? ഇല്ല, ഒരാളെ പുറകെ നടന്നുള്ളൂ. ആളെ കുറെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ പിന്നെ കണ്ടു, മസ്കറ്റിൽ വെച്ച് കണ്ടു. പുള്ളി ഷോ കാണാൻ വന്നിരുന്നു. ഞാനാണ്, പേര് പറയണ്ടല്ലോ, പക്ഷെ ആ പുള്ളി കേട്ട മോശമല്ലേ? അല്ല, എന്തെങ്കിലും പേര് പറഞ്ഞാൽ മതി. മജീദ്. എന്തിന് പോട്ടെ, സക്കീർ അതാ പേര്. അതാ പേര്, കുഴപ്പമില്ല. ഞാൻ സക്കീർ. എനിക്കറിയാം, മനസ്സിലായി. തസ്നി, ഞാനിവിടെ വൈഫ്, 2 കുട്ടികളുണ്ട്. ഷോ കാണാൻ വരില്ലേ? തീർച്ചയായിട്ടും വരാം. ഞാൻ പാസ്സൊക്കെ കൊടുത്ത് ഷോ കഴിഞ്ഞിട്ട് പിന്നെ പൊടി പോലും കണ്ടിട്ടില്ല ഇന്ന് വരെ. 5 വർഷമായി. പ്രപ്പോസ് ചെയ്യാൻ നടന്നുണ്ടോ ഏതെങ്കിലും പയ്യൻ എപ്പോഴെങ്കിലും? പ്രപ്പോസലൊക്കെ വന്നിട്ടുണ്ട് എനിക്ക്. ദുബായിലൊക്കെ ഷോയ്ക്ക് പോകുമ്പോഴൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഒന്നും നടന്നിട്ടില്ല. പ്രണയത്തിന്റെ അതിതീവ്രമായിട്ടുള്ള ഒരു മുഖഭാവം ഏതെങ്കിലും പയ്യനിൽ നിന്ന് കണ്ടിട്ടുണ്ടോ? അതൊക്കെ കണ്ടിട്ടുണ്ട്. എന്താണ്? ഇങ്ങനെ എന്താ പറയാ, തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാടോ, തന്നെ കല്യാണം കഴിച്ചോട്ടെ. ഞാൻ കേൾക്കുമ്പോ തന്നെ എനിക്ക് പാവം തോന്നും. ദുബായിൽ നിന്നാണോ ഈ പ്രപ്പോസൽസ് ഒക്കെ വരുന്നത്? ദുബായ് ഷോന് പോകുമ്പോഴാണോ പ്രപ്പോസൽ? ചുമ്മാ നമ്പറാണ് ദുബായ്ക്കാരുടെ. കേട്ടാലും കുഴപ്പമില്ല എനിക്ക്. ദുബായിൽ ഒരു പെണ്ണ് ഷോയ്ക്ക് പോയ അവിടെ ഉള്ളവർക്ക് ഇത്തിരി ഇളക്കം കൂടുതലാ. അവിടെ ഉള്ളവര് എല്ലാരും കല്യാണം ആലോചിക്കുന്ന പരിപാടി ഉള്ളതാ. വെറുതെ ഒരു സീരിയസ്നെസ്സും ഇല്ല. അതിൽ നിന്ന് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. പക്ഷെ വീണ് പോയാ പെട്ടാ പെട്ട്. അങ്ങനെ പ്രണയിച്ചവരറിയോ? പിന്നെ അങ്ങനെ ഷോസിൽ കൂടെ വന്നിട്ട് പ്രണയിച്ചവരുണ്ട്, അബദ്ധം പറ്റിയവരുണ്ട്. എനിക്കും ചെറുതായിട്ട് പറ്റിയില്ല എന്നൊന്നും ഞാൻ പറയില്ല, പറ്റിയിട്ടുണ്ട്. പക്ഷെ വേണ്ട. സ്റ്റേജ് ഷോസിന് പോകുമ്പോ പണ്ട് കാണിക്കുന്ന സ്നേഹം ഇപ്പൊ കാണിക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ട് പബ്ലിക്. നമ്മുടെ ചാനൽസ് ഒക്കെ ഒരുപാട് വന്ന് കോമഡി എന്താണ്, കോമഡി എപ്പോഴും കണ്ടോണ്ടിരിക്കുകയാണ്. ശരിക്കും റിഹേഴ്സൽ ഇല്ലാണ്ട് കറക്റ്റ് പഠിക്കാണ്ട് സ്റ്റേജ് കയറി പോയി പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ നല്ല കോലും കിട്ടും. അവർക്ക് അറിയാം അതിന്റെ പൾസ്. നേരെ മറിച്ച് പണ്ട് ഇതൊന്നും ഇല്ലാത്ത കാലത്ത് ആകെ അവരെ ആശ്രയം നമ്മൾ കാണിക്കുന്ന ഗോഷ്ടികളാണ്. അത് കണ്ട് ഇങ്ങനെ ചിരിക്കും. അവർക്ക് അറിയില്ല, പിടുത്തം കിട്ടില്ല എന്താണ്. ചിലപ്പോൾ ഓരോരുത്തരും ഫ്ലൈറ്റിലിരുന്ന് റിഹേഴ്സൽ ചെയ്യാറുണ്ട്. ശരിക്കും ഇവിടെ 1 മാസത്തെ ഷോ എന്നൊക്കെ പറയുമ്പോൾ കറക്റ്റ് ഇവിടെ ഒരാഴ്ചത്തെ റിഹേഴ്സൽ പഠിച്ച് റെക്കോർഡിങ് ചെയ്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കൊണ്ട് നമ്മൾ സ്റ്റേജിൽ അവതരിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല റിപ്പോർട്ടാണത്. മിക്കവാറും തട്ടിക്കൂട്ടായിട്ട് ചിലവർ പോകും. അപ്പൊ അങ്ങനെയുള്ളവർക്കൊന്നും ഇനി പോകാൻ പറ്റില്ല ദുബായിൽ. അങ്ങനെയുള്ളവരെ ശരിക്കും കൂവി വിടും ആൾക്കാർ. അവിടുത്തെ ആൾക്കാർ പഠിച്ചു പോയി. ഇവിടുത്തെ മലയാളിയെക്കാളും ബെസ്റ്റ് മലയാളിയാണല്ലോ. നന്നായിട്ട് കല ആസ്വദിക്കുന്ന ആൾക്കാർ. അവർക്ക് അറിയാം അതിന്റെ പൾസ് എന്താ. നല്ല കൂവി. എന്റെ അമ്മയെ കൂവല് കിട്ടണമെങ്കിൽ അവിടെ പോണം. ക്ലബ് FM Star Jam, ടൺ കണക്കിന് ഫൺ.